ജാതിക്കമ്പ് മുഴുവൻ ഓടിച്ചിട്ടേക്കുവാ. ആ ചക്ക പറിക്കാനുള്ള വാശിയിലാണ് അവന്മാര്. കണ്ടോ, ചക്കയും കൊണ്ടേ ഇന്ന് പോകത്തുള്ളൂ. ഞാൻ ഇന്ന് ഈ വാഴ നട്ടേക്കുന്നൊക്കെ വെറുതെ ആകും. കണ്ടോ, വെള്ളം കോരി വളർത്തിക്കൊണ്ട് വരും. കിട്ടുമോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. ഈ ചക്ക ഇന്ന് പറിച്ചെടുക്കാം, അല്ലെങ്കിൽ കുരങ്ങന്മാർ തരില്ല. ഒരു തേങ്ങ കിട്ടത്തില്ല. ഉണ്ടോ, തെങ്ങയിലും കവുങ്ങയിലും എല്ലാമായിട്ട് ഉമ്മാർ പാറി പറന്നു നടക്കും. ചക്ക കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഒറ്റ ഒരെണ്ണം ഈ കുരങ്ങന്മാർ തരത്തില്ല. വേണ്ടാത്തതൊന്നുമില്ല. കാപ്പിക്കുരു ഉണങ്ങി നിൽക്കുന്നതാ. അതിൻ്റെ മണ്ടയിൽ 5-6 കാപ്പിക്കുരു അങ്ങാണ്ട് നിൽപ്പുണ്ട്. അത് മൊത്തം തിന്നുകയാണ്. നാശം പിടിച്ച കുരങ്ങന്മാർ. ചക്കകളും ചക്കക്കുഞ്ഞുങ്ങളും ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഉയരങ്ങൾ ഇതുകൊണ്ട് എവിടെ പോകാനാ? ഞാനിരുന്ന് പറഞ്ഞാലെങ്കിൽ അതുങ്ങൾ പോകത്തില്ല. കൊണ്ട് പകുതി ഒരു ചക്കയുടെ പകുതി മൊത്തം തിന്ന് തീർത്തിട്ടേക്കുക. അതിനും കൊള്ളാമോ? കൊള്ളത്തില്ല. ഇത് തൊട്ടാ പിന്നെ മുഴുവനും തിന്ന് തീർക്കും. എന്റെ വാഴ, നിങ്ങളൊക്കെ എന്തിനു വളരുകയാ? നിങ്ങളുടെ വാഴക്കൊലയൊക്കെ ആർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതോ അവർക്ക് കിട്ടില്ല കേട്ടോ, പറഞ്ഞേക്കാം. ഇട്ടിരുന്നതുണ്ടോ? ചക്ക കിടപ്പുണ്ട്, പക്ഷേ കുഞ്ഞി ചക്കയോ ഒന്നും ആയില്ല. അങ്ങോട്ട് പ്ലാവുകളാ, ചെറിയ ചെറിയ പ്ലാവുകളും കാര്യങ്ങളും. പക്ഷെ ഒന്നും ചക്കകളൊന്നും കിട്ടില്ല. ഈ 2 ചക്ക ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് മാറാതെ നിൽക്കുന്നത്. പറമ്പിൽ നിന്ന് ഞാനിപ്പം മാറാതെ നിൽക്കും. ഞാൻ എൻ്റെ കണ്ണ് മാറുമ്പോഴേ തിന്നാനായിട്ടിരിക്കും. എവിടെ പോകാനാ? ഇങ്ങും പോകില്ല. ആശം പിടിച്ച ഇവിടുന്ന് പോകത്തില്ലല്ലോ. ഇത് കണ്ടോ കൂട്ടുകാരെ, ഈ ചെയ്യുന്നത് കണ്ടോ? ഇത് കണ്ടോ? ഇത് കണ്ടോ? മനുഷ്യരെ താഴെ നിന്ന് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ? ചക്ക പറിക്കുന്ന വിധം എങ്ങനെയാണെന്ന് ഇവർ കാണിച്ചു തരും. ഇങ്ങനെയാണ് ചക്ക പറിക്കേണ്ടത് കേട്ടോ. ആർക്കും അറിയത്തില്ല എങ്കിൽ സൂക്ഷിച്ച് നോക്കിക്കോ. ചക്ക പറിക്കേണ്ട വിധം ഇങ്ങനെയാണ്. ആദ്യം ചക്കയിലോട്ട് കൈപിടിക്കുക. അത് കഴിഞ്ഞ് കറക്കി തിരിച്ച് അതെടുക്കുക.
ചക്ക പറഞ്ഞു വീണില്ല എങ്കില് അതേലിരുന്ന് തിങ്ങനെ തിന്ന. നീ പറിക്കാനൊന്നും നേരമില്ല, ഇങ്ങനെ ഇരുന്നങ്ങ് തിന്ന. ആരെങ്കിലും വരുന്നുണ്ടോന്ന് ഞാനൊന്ന് കാവലിരുന്ന് നോക്കട്ടെ. ആരെയും കാണുന്നില്ലല്ലോ. നീ ധൈര്യമായിട്ട് തിന്നോടി, ഞാനിവിടെ ഇരിപ്പുണ്ട്. ഞാൻ നോക്കിക്കോളാം ആരെങ്കിലും വരുന്നോന്ന്. നീ ധൈര്യമായിട്ട് കഴിച്ചോ. കുറച്ചെനിക്ക് വേണ്ടി വെച്ചേക്കണം കേട്ടോ.